വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നത്തെയും പോലെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഹാബിറ്റൊക്കെ കുറച്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇയറൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തായാലും അത് നടക്കൂല. ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ചയൊക്കെ അതങ്ങനെ തട്ടിമുട്ടി പോവും. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ആ ഒരു ഹാബിറ്റിക്ക് തന്നെ പോവും. അതുകൊണ്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ചെയ്യുന്നത് കുറച്ച് പതിയെ സ്റ്റോപ്പ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബെഡൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദാ ചായ കുടിക്കുന്ന നേരം ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണ്. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സമയത്താണ് കേട്ടോ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളത്. രാവിലെ ഈ ഒരു സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ രാവിലെ എണീറ്റ് ബെഡിൽ നിന്ന് തന്നെ കുറേ സമയം അങ്ങനെ ഫോണിൽ സ്പെൻഡ് ചെയ്യലുണ്ടല്ലോ. എന്നിട്ടാണ് പിന്നെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസ് ചെയ്യലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഉണ്ടാവുക. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ബെഡിലിരുന്ന് ഫോൺ ചെക്ക് ചെയ്യണവരുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു നല്ല ഹാബിറ്റ് അല്ല കേട്ടോ. കാരണം രാവിലെ നമ്മൾ എണീറ്റിട്ട് ബ്രെയിനിനെ കൊടുക്കുന്നത് ഈ ഫോണിലുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിലിപ്പം നല്ലത് മാത്രമേ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്നൊന്നും നമുക്ക് ഉറപ്പറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു നല്ല ഹാബിറ്റ് അല്ല. പിന്നെ എടുത്തേ തീരൂ എന്നുള്ളവർക്ക് 5-10 മിനിറ്റൊക്കെ നോക്കാം. തീരെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എന്തായാലും അലാം സെറ്റ് ചെയ്യലൊക്കെ ഫോണിലാണല്ലോ. അപ്പോൾ അലാം ഓഫ് ചെയ്യാനൊക്കെ ഫോൺ എടുക്കും. എന്നിട്ട് അതേപോലെ അവിടെ തന്നെ വെക്കാട്ടോ ചെയ്യുക. നെറ്റ് ഓൺ ചെയ്യൂല. എന്നിട്ട് പിന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയത്താണ് ചായ കുടിക്കണ ആ ഒരു സമയത്താണ് ഞാൻ ഡാറ്റ ഓൺ ആക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യൽ. ഇനിയിപ്പം ഞാനിതാ ചെറുതായിട്ടൊന്ന് ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ പണികൾ തന്നെയാണ്. അപ്പോൾ അന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഫോളോ ചെയ്തിട്ടല്ല കേട്ടോ ഇന്നത്തെ ഡേ പോയിട്ടുള്ളത്. കുറേയൊക്കെ ഇതിലുള്ള കാര്യങ്ങൾ ചെയ്തു, കുറേയൊക്കെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്തു. എന്നാലും രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സമാധാനമാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം നേരത്തെ. ഇനി ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഈ ഒരു ലിസ്റ്റിൽ നോക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ ഒരു ജാനുവരി 1 ആയിട്ട് അനൗൺസ് ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതുവരെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും ജാനുവരി 1 തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഈ ഒരു സ്റ്റിക്കർ ഞാൻ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് അധികം ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ടു ഡു ലിസ്റ്റും പിന്നെ ഇങ്ങനത്തെ നോട്ട്സൊക്കെ ചുമരിൽ ഒട്ടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സ്റ്റിക്കി നോട്ട്സ് ആണെങ്കിലും അതിൻ്റെ ഗ്ലൂ അങ്ങനെ കുറേ നേരം വോളിൽ നിൽക്കില്ല. പിന്നെ ഇതാണെങ്കിലും ടേപ്പ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഓട്സ് ഉണ്ടാക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ. ഇന്നിവിടെ ഉപ്പുമാവായിരുന്നു. അപ്പോൾ എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെയും ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ. അപ്പോൾ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതും സാധാരണ ചെയ്യണ പോലെയല്ല കേട്ടോ, പഴം ഇട്ടിട്ടാണ്. ഇത് കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പിൻട്രസ്റ്റിലൊക്കെ ബനാന ഓട്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇപ്പം ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓട്സ് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടാണ് കേട്ടോ ഈ പഴതിക്ക് ഇട്ടിട്ടുള്ളത്. ചെറിയ കുഞ്ഞു പീസാക്കിയിട്ടാണ് ആഡ് ചെയ്യുക. വേണമെങ്കിൽ നല്ലോണം ഒന്ന് മാഷ് ചെയ്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാലോ, ഉടച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഒരു പഴം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തപ്പോൾ ഒന്നും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം അത് കുറച്ച് ചെറിയ പഴയിനു. പിന്നെ പഴം ഫ്ലേവർ കൂടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പഴം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നല്ല മധുരമുള്ള നല്ല പഴുത്ത പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുന്നേ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് തീ ഓഫ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെന്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഈ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യലുള്ളത്. പിന്നെ അത് കഴിക്കുന്നതിൻ്റെ മുന്നേ വെറുതെ കുറച്ച് ആൽമണ്ട്സും പിന്നെ കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേൻ ശരിക്കും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ തോന്നി. കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര മധുരമുള്ള ഐറ്റംസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടും ശരിക്കും തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പഴം ചേർത്തിട്ടാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായത് മറ്റേതിനേക്കാളും.
അപ്പോൾ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവർ അധികം ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഈ ഡിന്നറിനൊക്കെ ഓട്സ് ആണല്ലോ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നും ഒരേപോലെ ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൊക്കോ പൗഡർ, ഈ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൊക്കോ പൗഡറും കോഫി പൗഡറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പോളറോയിഡ്സ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് വാൾ പോസ്റ്ററാണ് കേട്ടോ. അത് ആ ഒരു ഷീറ്റിൽ ബാക്കി സ്പേസ് ഉണ്ടായപ്പോൾ ഞാൻ എടുത്തതാണ് വേറൊരു ഹാമ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ 2025 ആവാനായല്ലോ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെ ഒന്ന് സജസ്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ശരിക്കും കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കാലണ്ടർ പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം, അതായത് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു അടുത്ത വർഷമൊക്കെ ഡിസംബർ ആകുമ്പോൾ ഞാൻ കുറേ മുന്നേ തന്നെ എല്ലാം പ്രിപ്പയർ ആക്കി വെക്കും, വീഡിയോസും എല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതേപോലെ തന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. ലാസ്റ്റൊക്കെ ഭയങ്കര തിരക്കായി. പിന്നെ നമ്മളെക്കാട്ടിലും സ്പീഡിലാണല്ലോ സമയം പോണത്. ഇന്നിപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മൺഡേ ആയ പോലെയാണ് എനിക്ക് തോന്നലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സമയം കിട്ടിയില്ല. സമയം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വേറെ കുറേ പ്രയോറിറ്റീസ് വരുമ്പോൾ അങ്ങനെ ഒന്നിനും സമയം തികയാത്ത പോലെ തോന്നുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ വാൾ പോസ്റ്റേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് ആ പോളറോയിഡ്സും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പം ചെയ്യാനല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണമെന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂം ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ചധികം ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ ഹാമ്പേഴ്സിൻ്റെ കൂടെ കിട്ടുന്ന കുഞ്ഞു സ്റ്റിക്കറും പിന്നെ വേറെ എന്തിൻ്റെങ്കിലൊക്കെ പ്രൈസ് ടാഗൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ആ പ്രൈസ് ടാഗ് ആ സമയത്ത് നിലത്തിടുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ടൈൽസ് മേലെ. പിന്നെ പറിച്ചെടുക്കുമ്പോൾ പോകാൻ നല്ല പണിയാണ്. ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് ടൈലുമുള്ളതൊക്കെ ഉരച്ച് കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി അങ്ങനെ ചെയ്തിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ ആയി, അപ്പോൾ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അടിച്ചു വാരി കഴിഞ്ഞിട്ട് റൂം ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് അധികവും. അപ്പോൾ ഇതൊക്കെ പുറത്ത് കല്ലുമ്മ പോയിട്ടാണ് തിരുമ്പാന്ന് വിചാരിക്കണേ. കാരണം ഈ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സോ എന്തെങ്കിലും സ്റ്റോൺസോ ബട്ടൺസോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സൊന്നും മെഷീനിൽ ഇടലില്ല കേട്ടോ. അതൊക്കെ പുറത്ത് പോയിട്ട് തന്നെയാണ്. ഹിജാബ്സ് അതൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് തന്നെയാണ് വാഷ് ചെയ്യൽ അധികവും. ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഞാൻ മെഷീനിൽ ഇടാറില്ല എന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിലിട്ടാൽ പിന്നെ അതെന്തെങ്കിലും ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് കൈ കൊണ്ട് തന്നെയാണ് കഴുകൽ. അങ്ങനെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുകളിൽ കൊണ്ടുപോയിട്ടൊക്കെ ഉണക്കാനിട്ടിട്ടും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ നനഞ്ഞ് നിൽക്കണോണ്ട് തന്നെ പിന്നെ ഒന്നും ബാക്കി വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഹാമ്പർക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു പെർഫ്യൂമാണ്. അപ്പം വന്നിട്ട് 2 ദിവസമായി. ഇന്ന് ആ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതും കൂടെ ഉള്ള ഇനയിൽ വെക്കാൻ, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതും കൂടെ അതിലങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിച്ച് നോക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും കൊറിയറും ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നൊരു പ്രശ്നമല്ലല്ലോ. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ എനിക്കുള്ളതൊന്നും അല്ലല്ലോ, എന്നാലും ഇത് അൺബോക്സ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബെല്ലാവിറ്റിൻ്റെ ഒരു പെർഫ്യൂമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. CEO മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കസ്റ്റമർ തന്നെയാണെങ്കിൽ ലിങ്ക് അയച്ചു തന്നിട്ടുള്ളത്. 175 അത്രയൊക്കെയാണ്. ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടായിരുന്നു. എനിക്കിത് കൊള്ളൂലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു മീഡിയം സൈസിലുള്ള ബോക്സാണ് എൻ്റെ ഉള്ളത്. അപ്പം കൊള്ളൂലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് എന്ന് വെച്ച് നോക്കിയപ്പോൾ ബാക്കി പിന്നെ ഈ ബോക്സിലുള്ളതൊരു ലെറ്ററാണ് കേട്ടോ, ഒരു പേഴ്സണൽ ലെറ്ററാണ്. പിന്നെ ഒരു റിംഗ് ആൽബം ഉണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ അതാ കുറച്ച് പെന്നാണ്, കുറച്ചധികം പെൻസ് ഉണ്ട്. ഞാൻ ക്ലാസ്മേറ്റിൻ്റെ പെന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്നിക്കേഴ്സും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെർഫ്യൂമും കൂടെ ഇതിൽ വെക്കാനുള്ളായിരുന്നു. ഇനിയിപ്പോൾ നാളായിട്ടൊക്കെ കൊറിയർ ചെയ്യണം.
എനിക്ക് ആദ്യം ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കുറേ തുറക്കാൻ വേണ്ടി നോക്കിയിട്ടും കഴിഞ്ഞില്ല. പിന്നെ ഇതിങ്ങനെ പുഷ് ചെയ്യണ ടൈപ്പാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഡാമേജ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാമേജ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ബ്ലാക്ക് കളറായിട്ട് തന്നെ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോംബോയിൽ. അപ്പോൾ അത് എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം വിശക്കുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇൻഡോമിൻ്റെ ഇതെന്തോ സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവറോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സമയത്തിൻ്റെ ട്രൈപ്പോഡ് ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ഫോൺ വെക്കണ ഹോൾഡർ പൊട്ടിയിട്ട് പിന്നെ എനിക്ക് ഫോൺ അപ്പോൾ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത്, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലോ, കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറേ ചാരി വെച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കോൾഡ് കോഫി പോലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഹോട്ട് കോഫി ഉണ്ടാക്കാമെന്ന് കരുതി, പിന്നെ കുറേ ആയി ഇങ്ങനെ തണുത്ത കോഫി കുടിച്ചിട്ട്. അപ്പോൾ പിന്നെ തണുത്ത പാലും കൂടെ ഉള്ളതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കോഫി ഫ്രോത്തറൊന്നും യൂസ് ചെയ്തിട്ടില്ല. പഞ്ചസാരയും ചുടുവെള്ളം പിന്നെ കോഫി പൗഡറും കൂടെ ഇട്ടിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അതാ ന്യൂഡിൽസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതിന് കൂടെ കിട്ടിയിട്ടുള്ള ഓയിലും പിന്നെ സീസണിങ്ങും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണത്. ഈ ഒരു ഫ്ലേവറിലുള്ള ഇൻഡോമി നോർമൽ ചിക്കൻ ഫ്ലേവർ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു ഓയിലും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ അതൊരു ബൗളിൽ മാറ്റിയതിന് ശേഷം ഞാൻ ആ ഒരു സെയിം പാനിൽ തന്നെ ഒരു ബുൾസൈയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞല്ലോ നല്ലോണം വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ബോയിൽ ചെയ്യാമെന്ന് കരുതി കേട്ടോ മുട്ട. പിന്നെ അതിന് കുറച്ചധികം സമയം എടുക്കുമല്ലോ, അപ്പോൾ അത്രയും കാത്തിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബുൾസൈ ആക്കി. പിന്നെ ഇതാ ആ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫിക്ക് ഞാൻ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പാലേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് ഫുള്ളായിട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ റൂമിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ട്രൈപ്പോഡിൻ്റെ ഫോൺ ഹോൾഡർ പൊട്ടിയോണ്ട് എനിക്ക് പിന്നെ ഫോൺ അങ്ങനെ വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഷോർട്സൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ വേറെ അങ്ങനെ ട്രൈപ്പോഡുമ്പോൾ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി. ഇനിയിപ്പോൾ ആ ഒരു ഹോൾഡർ മാത്രമായിട്ട് വാങ്ങാൻ കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ട്രൈപ്പോഡൊക്കെ സെറ്റായി തന്നെ കിട്ടണ്ടേ. അപ്പോൾ അത് നോക്കി വാങ്ങണതാവും നല്ലത് ഓഫ്ലൈനായിട്ട്. എന്തായാലും പോയി നോക്കണം. അത് കിട്ടണ വരെ ഇനി വീഡിയോ എടുക്കലും നടക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വാങ്ങണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.